ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് നമ്മുടെ അമൃതം പൊടി വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ജ്യൂസാണ്. അമൃതം പൊടിയൊക്കെ കഴിക്കാത്ത കുഞ്ഞുങ്ങൾക്ക് ഇതുപോലെ ഒന്ന് തയ്യാറാക്കി കൊടുത്താൽ മതി. അവരത് ഇഷ്ടപ്പെട്ട് തന്നെ കുടിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈസി ആയിട്ടുള്ള ഈ ഒരു ജ്യൂസ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ആദ്യം നമുക്ക് എടുക്കേണ്ടത് അമൃതം പൊടി തന്നെയാണ്. ഞാനിവിടെ 1/4 കപ്പ് അമൃതം പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി ഇത് നല്ലപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ടെടുക്കാം. ലോ ഫ്ലെയിമിൽ തന്നെ വെക്കാനായിട്ട് ശ്രദ്ധിക്കണേ. അതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കുകയും ചെയ്യണം. നമ്മളിപ്പോൾ ഹൈ ഫ്ലെയിമിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ അമൃതം പൊടിയൊക്കെ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. നല്ല രുചിയുള്ള ജ്യൂസാണ് കേട്ടോ ഇത്. നമ്മുടെ ചാനലിൽ അമൃതം പൊടി വെച്ചിട്ട് കുറേ നല്ല റെസിപ്പീസൊക്കെ ഉണ്ട്. കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. അതുപോലെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നമ്മളിതാ ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ട് 3-4 മിനിറ്റൊക്കെ ആകുന്ന സമയത്ത് നമ്മുടെ അമൃതം പൊടിയൊക്കെ മൂത്ത നല്ലൊരു സ്മെല്ല് വരും. അതുപോലെ കളറും ചെറുതായിട്ടൊന്ന് മാറിയിട്ടുണ്ടാകും. ഈ ഒരു പാകമായാൽ മതി. ഇത്രയും ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിനുശേഷം ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഫ്ലെയിം ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാനായിട്ട് ശ്രദ്ധിക്കണേ. അല്ലെങ്കിൽ ഈ പാത്രത്തിൻ്റെ ചൂട് കൊണ്ട് തന്നെ നമ്മുടെ അമൃതം പൊടിയൊക്കെ കരിഞ്ഞു പോകും. ഇനി അടുത്തതായിട്ടൊരു പാനിലേക്ക് 2 കപ്പ്, അതായത് 1/2 ലിറ്റർ പാല് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി പാലൊക്കെ ചെറുതായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് 8 ഈന്തപ്പഴം കുരുവൊക്കെ കളഞ്ഞെടുത്തിട്ടുള്ളതാണ്. ഇതുകൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാരയാണ്. ഞാനിവിടെ 1/4 കപ്പ് പഞ്ചസാരയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ ചേർത്തിട്ടുള്ള ഈന്തപ്പഴത്തിന് നല്ല മധുരം ഉണ്ടാകും. അപ്പോൾ മധുരമൊക്കെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് കൂടുതലോ കുറവോ ഒക്കെ ചേർക്കാം. പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ സമയം നമുക്ക് വേറൊരു മിക്സ് കൂടെ റെഡിയാക്കാനായിട്ടുണ്ട്. അതിനായിട്ടൊരു ബൗളിലേക്ക് 1.5 ടേബിൾ സ്പൂൺ കസ്റ്റർഡ് പൗഡറാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഇത് വാനില ഫ്ലേവറിലുള്ളതാണ് കേട്ടോ. നല്ല ഫ്ലേവർ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ചേർത്താലും കുഴപ്പമില്ല. ഇനി ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സാക്കിയിട്ട് എടുക്കാം. ഇത് സാധാ പച്ചവെള്ളം തന്നെയാണ്. ഇതിന് പകരം പാല് ചേർത്താലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇത് കട്ടകളൊന്നുമില്ലാതെ നല്ലപോലെ മിക്സാക്കിയിട്ട് എടുക്കാം. നമ്മുടെ പാലിപ്പോൾ നല്ല പോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കിയിട്ടുള്ള കസ്റ്റർഡ് മിക്സ് ഒഴിച്ചു കൊടുക്കാം. കൂടെ തന്നെ ഇളക്കി കൊടുക്കുകയും കൂടെ ചെയ്യണം കേട്ടോ. ഇത് ഒഴിച്ച വഴി തന്നെ ഇളക്കി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് കട്ട പിടിച്ചു പോകും. അതുപോലെ ഈ ഒരു കസ്റ്റാർഡ് മിക്സ് ഒഴിച്ചു കഴിഞ്ഞാൽ ഒത്തിരി സമയം ഇത് തിളപ്പിക്കരുത്. നമ്മളിത് തിളപ്പിക്കും തോറും ഇത് തിക്കായിട്ട് വരികയാണ് ചെയ്യുക. 1 മിനിറ്റ് തന്നെ മതിയാകും. അപ്പോഴേക്കും കണ്ടോ ഈ ഒരു പാകത്തിൽ മതി. ഇപ്പോൾ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. തണുക്കുമ്പോൾ ഇത് ഒന്നും കൂടെ തിക്കായിട്ട് വരും. ഇനി ഇത് തണുക്കാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം. നല്ല തണുപ്പ് വേണമെന്നുണ്ടെങ്കിൽ നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചിട്ടും എടുക്കാം. ഇതിവിടെ നല്ല പോലെ തണുത്തിട്ടുണ്ട്. തണുത്തപ്പോൾ കണ്ടോ ഒന്നും കൂടെ തിക്കായിട്ട് വന്നിട്ടില്ലേ. ഈ ഒരു പാകത്തിൽ തന്നെ ഇരിക്കണം കേട്ടോ. അപ്പോഴാണ് നമുക്ക് ആ ജ്യൂസിൻ്റെ കൺസിസ്റ്റൻസിയിൽ ഇത് കിട്ടുള്ളൂ. ഇനി ഈ കസ്റ്റാർഡ് ഡേറ്റ്സ് മിക്സ് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒപ്പം തന്നെ നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന അമൃതം പൊടിയില്ലേ, അതും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കാം. അടിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്കിതൊരു സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ഈ ഒരു ജ്യൂസിന് നല്ല തണുപ്പ് കിട്ടാനായിട്ട് കുറച്ച് ഐസ് ക്യൂബ്സ് കൂടെ ഇട്ട് കൊടുക്കണുണ്ട്. ഒപ്പം തന്നെ നമ്മുടെ ഈ ജ്യൂസ് കാണാനായിട്ടൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ചോപ്പ് ചെയ്തിട്ടുള്ള കുറച്ച് പിസ്തയും കൂടെ ചേർക്കണുണ്ട്. നമ്മൾ ചേർത്തിട്ടുള്ള അമൃതം പൊടിയുടെ ഒരു ടേസ്റ്റും തന്നെ നമ്മുടെ ഈ ഒരു ജ്യൂസിനുണ്ടാവില്ല. ഈന്തപ്പഴത്തിൻ്റെയും ആ ഒരു ഐസ്ക്രീമിൻ്റെയും ഒക്കെ മിക്സ് ആയിട്ടുള്ള നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഇതിനുണ്ടാവുക. കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമാകും. ഇഷ്ടമായി കഴിഞ്ഞാൽ ഒരു തവണ ഇങ്ങനെയൊന്ന് തയ്യാറാക്കി നോക്കണേ. എന്നിട്ട് അഭിപ്രായം പറയാനും മറക്കല്ലേ കേട്ടോ. താങ്ക്